ഹായ് എവരിവൺ. അപ്പോൾ മാച്ച് നമ്പർ 27 പ്രിവ്യൂ ചെയ്യാം. പഞ്ചാബ് വേഴ്സസ് രാജസ്ഥാനാണ് മാച്ച് നമ്പർ 27. കളി നടക്കുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായ ചണ്ഡീഗറിലാണ്. സോ ആ പിച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ബാറ്റിംഗ് ട്രാക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ആണെങ്കിൽ 2 ടീമും 180+ സ്കോർ ചെയ്തൊരു മാച്ചാണ്. സോ ഒരു ബാറ്റിംഗ് ട്രാക്ക്, അപ്പോൾ പൊതുവേ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ എപ്പോഴും ഒരു ചേസിംഗ് ടീമിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ചേസിംഗ് ടീമിന് വിത്ത് എ സ്ലൈറ്റ് അഡ്വാൻറ്റേജ്. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് പിച്ചിൽ വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ലൈക്ക് കംപ്ലീറ്റ്ലി ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. ഇനി ടീമിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്റിംഗ് അഡ്വാൻറ്റേജ് എന്ന പിച്ച് രാജസ്ഥാൻ പ്ലേ ഡെഫിനറ്റ്ലി അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ പഞ്ചാബിന് ബോളിംഗ് ഈസ് ഗുഡ്, ലൈക്ക് റിലേറ്റീവ്ലി ഗുഡ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണ്, ഇപ്പം രാജസ്ഥാൻ്റെ ടീമിൽ ഇപ്പോൾ ബട്ട്ലർ ഈ സീസണിൽ ആകെ കളിച്ചത് ഒരൊറ്റ കളി, അത് സെഞ്ചുറി അടിക്കുകയും ചെയ്തു. പക്ഷേ ആർക്കെതിരെ കളിച്ചു? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. സോ ഇറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, ഇറ്റ് ഡസൻ മാറ്റർ എന്നല്ല, സ്റ്റാറ്റ്സിൽ ബാറ്റർ. ബട്ട് ബട്ട്ലർ ഫോമിലാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. അതേപോലെ ഇപ്പോൾ രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജയ്സ്വാൾ ഫോമിലല്ല, ബട്ട്ലർ ഫോമിലല്ല. എന്നാൽ ബാക്കി സഞ്ജു സാംസൺ ഫോമിലാണ്, റിയാൻ പരാഗ് ഫോമിലാണ്, ഹെഡ്മയർ ഇസ് ഗുഡ് അറ്റ് ഫിനിഷിംഗ്. സോ ബാറ്റിംഗ് കുറേ കൂടി സോർട്ടഡ് ആൻഡ് ബാലൻസ്ഡ് ടീമാണ് രാജസ്ഥാൻ റോയൽസ്. എന്നാൽ പഞ്ചാബ് ഓൺ ദി അതർ ഹാൻഡ് അത്ര സോർട്ടഡ് അല്ല. അവിടെ ബാറ്റിംഗ് റിലേറ്റീവ്ലി വീക്കറാണ്. ശശാങ്ക് സിംഗിൻ്റെ ഹീറോയിക്സ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് അത്യാവശ്യം മോശമാണ്. കാരണം ഒരു കൺസിസ്റ്റൻസി അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ബേർസ്റ്റോ ആണെങ്കിലും നേരെ ഇന്നിങ്സ് കളിച്ചിട്ടില്ല. ഓക്കെ, ശിഖർ ധവാൻ ഓൺ ദ ടോപ്പ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ശശാങ്ക് സിംഗ് അറ്റ് ദ ബോട്ടം. അല്ലാതെ അതിൻ്റെ ഇടയിലുള്ള ബാറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് അത് ഇതുവരെ പോയിട്ടുള്ളത്. ബോളിംഗ് വൈസ് അർഷദീപ് ലാസ്റ്റ് മാച്ച് നന്നായിട്ട് ബോൾ ചെയ്തു, അത്രേ പറയാൻ പറ്റൂ. കാരണം അതിന് മുന്നത്തെ മാച്ചസ് ഒന്നും നന്നായിട്ട് ബോൾ ചെയ്തു എന്ന് പറയാൻ തക്കവണ്ണം കളിച്ചിട്ടില്ല. ഓക്കെ, അതേ സെയിം ടൈം ഇനിയിപ്പോൾ രാജസ്ഥാൻ്റെ ആണെങ്കിൽ ബോളിംഗ് ചഹൽ നല്ല ബോൾ ചെയ്യുന്നുണ്ട് ഇപ്പം. അതേപോലെ ലൈക്ക് അവരുടെ ബോളിംഗ് ഒരു ഓൾമോസ്റ്റ് സോർട്ടഡ് ആണ്. പക്ഷേ ചില തീരുമാനങ്ങളായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കുൽദീപ് സിംഗ് നന്നായി ബോൾ ചെയ്തു, പക്ഷേ ലാസ്റ്റ് മാച്ച് എന്തോ ബോൾട്ട് 2 ഓവറേ ചെയ്തുള്ളൂ. അത് കാരണം സംതിങ്. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസിൻ്റെ പ്രശ്നം മാത്രമേ രാജസ്ഥാൻ ക്യാമ്പിലൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാൽ പോലും രാജസ്ഥാനാണ് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടീം, ബെറ്റർ ടീം. സോ ഇന്നത്തെ പ്രഡിക്ഷൻ രാജസ്ഥാൻ ടു വിൻ. ഡസൻ മാറ്റർ ദ ടോസ്, ലൈക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും ലാസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും രാജസ്ഥാൻ ഇന്നത്തെ മാച്ച് ജയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദർ എ സ്ട്രോങ് സൈഡ് കമ്പയർഡ് ടു പഞ്ചാബ്.